ബൈബിൾ തുറന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 45-46 വാക്യങ്ങൾ. ആകാശം മേഘവും കാറ്റും കൊണ്ട് കുറഞ്ഞ് വൻമഴ പെയ്തു. ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. അവൻ അരമുറുക്കിക്കൊണ്ട് ഇസ്രായേൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. എല്ലാവരും ശ്രദ്ധിക്കുക. 45-46. ക്ഷണത്തിൽ ആകാശവും മേഘവും കാറ്റും കൊണ്ട് കറുത്തു വൻമഴ പെയ്തു. ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്റെ മേൽ വന്നു. അവൻ അരമുറുക്കിക്കൊണ്ട് ഇസ്രായേൽ എത്തും വരെ ആഹാബിന് മുമ്പേ ഓടി. 1 രാജാക്കന്മാരുടെ പുസ്തകം എന്ന് പറയുന്നത് ദാവീദിന് ശേഷം ശലോമോൻ രാജാവ് ഇസ്രായേൽ ജനത്തെ നയിച്ച കാലഘട്ടം കഴിഞ്ഞു. ശലോമോന്റെ മരണശേഷം ആ രാജ്യം രണ്ടായി വിഭജിച്ചു. ദൈവിക നേതൃത്വം മാറിക്കഴിഞ്ഞപ്പോൾ അത് രണ്ടായി. 12 ഗോത്രങ്ങളായിരുന്ന ദൈവജനം, ഇസ്രായേൽ ജനം വടക്കും തെക്കും രാജ്യങ്ങളായി രണ്ടായി മാറി. 10 പേര് ചേർന്ന് ഇസ്രായേൽ എന്നൊരു രാജ്യവും ബാക്കി 2 ഗോത്രങ്ങൾ ചേർന്ന് യഹൂദ എന്ന് പറയുന്ന 2 രാജ്യമായി ഇസ്രായേൽ രാജ്യം മാറി. ആ സംഭവത്തിന് ശേഷം നടക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ പറയുന്നത്. 18 വായിക്കുമ്പോ അതിന്റെ പിന്നിലേക്ക് വരുമ്പോൾ 17, 18 ഒന്നിച്ചു നിൽക്കുന്ന ഒരു വചനം. ഈ സംഭവം എന്താന്ന് ചോദിച്ചാൽ 17-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. 1 രാജാക്കന്മാർ 17-1. എന്നാൽ ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നുള്ള തിസ്ബ്യനായ ഏലിയാവ് ആഹാബിനോട് ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അപ്പം ഏലിയാവ് ആഹാബ് എന്ന് പറയുന്ന രാജാവിന്റെ മുമ്പിൽ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. അപ്പൊ അതുവരെ ഈ ആഹാബും കൂട്ടരും വിശ്വസിച്ചത് തക്ക സമയത്ത് കൃഷിക്ക് വേണ്ട മഞ്ഞും മഴയും ലഭിച്ചത് ബാലിനെയും അങ്ങനത്തെ അനുഭവങ്ങളെയും ആചരിച്ച് അതിനെ സേവിച്ചത് കൊണ്ടാണ്, അതിനെ ആരാധിച്ചത് കൊണ്ടാണ് തക്ക സമയത്ത് മഞ്ഞും മഴയും ലഭിക്കുന്നു എന്ന് ആഹാബും കൂട്ടരും ചിന്തിച്ചു. അവിടെ ചെന്നിട്ട് ഏലിയാവ് പറയാണ്, ഞാൻ എന്റെ ദൈവം എന്നെ അയച്ചേക്കുക, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ നീ എന്തൊക്കെ പരിപാടി ഇവിടെ കാണിച്ചാലും മഞ്ഞും മഴയും പെയ്യത്തില്ല. അടച്ചിരിക്കുകയാണ്. ഞാനൊരു ദൂത് പറയാം. നമ്മുടെ ദൈവത്തിന് അടയ്ക്കാനും ചിലതിനെ തുറക്കാനും അധികാരമുള്ള ദൈവമാണ്. ശത്രുവിന്റെ എന്ന് തുറന്നു വെച്ചത് എന്തിനേയും നീ ആത്മാവി ചിലതിനെ നോക്കി കൽപ്പിച്ചാൽ അത് അടഞ്ഞിരിക്കും. ഈ 5-ാം മാസം നിന്നുകൊണ്ട് പരിശുദ്ധ ദൂത് പറയുന്നു, ശത്രു തുറന്നു എന്ന് നിനക്ക് തോന്നുന്ന ഏത് പോരാട്ടത്തിന്റെ മണ്ഡലമായിക്കോട്ടെ, അതിനെ ആത്മനിറവോടെ ദൈവത്തിന്റെ ആത്മനിറവിൽ നമ്മൾ കൽപ്പിച്ചാൽ ചിലത് അടയും. നമുക്ക് മീതെ, നമ്മുടെ കൂടാരത്തിന് മീതെ, തലമുറയ്ക്ക് മീതെ ഇരുട്ടിന്റെ മണ്ഡലങ്ങളിൽ എന്തെങ്കിലും തുറന്നു വെച്ചു എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ ഭാരപ്പെടേണ്ട. വചനത്താൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ് അതിനെ നോക്കി കൽപ്പിച്ചാൽ അത് സംഭവിക്കും. അടഞ്ഞു. 3-3.5 വർഷം ദേശത്ത് മഴ പെയ്തില്ല. ബൈബിൾ പറയുന്നു തോട് വറ്റിപ്പോയി, കൃഷികൾക്ക് ഫലമില്ല, ദേശത്ത് ഭയങ്കര ക്ഷാമം. അങ്ങനെ നീണ്ട സമയങ്ങൾ മുന്നോട്ട് പോയി. 3.5 വർഷം കഴിഞ്ഞപ്പോൾ 17-1 പറഞ്ഞു, പോയി പറയടാ ഞാൻ അടയ്ക്കാൻ പോവാന്ന്. അടച്ചു. മഴയില്ല. 18 ദൈവം വീണ്ടും ഇടപെടുന്നു. ചെന്ന് പറ ഞാൻ വൻമഴ പെയ്യിക്കാൻ പോവുക. അതാ 1 രാജാക്കന്മാർ 18-1 പറയുന്നത്. നീ ആഹാബിനെ ചെന്നിട്ട് പറ, ഭൂതലത്തിലൊക്കെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? മഴ പെയ്യിക്കാൻ പോവാ. ഇത്രയും നാൾ നീ ബാലിനെ വിളിച്ചിട്ട് 3.5 വർഷം മഴ പെയ്തില്ലല്ലോ. ഞാൻ അടച്ചതാ.
ചില ദൂത് ദൈവം അടച്ചതാ. ഹല്ലേലൂയ. അവൻ എത്ര പ്രാവശ്യം തുറന്ന് നിന്റെ കൂടാരത്തിൽ ജീവിതത്തിനകത്ത് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാലും ദൈവം വാതിൽ വെച്ച് ദൈവം വേലി വെച്ചാൽ അതിനെ പൊളിക്കാൻ ആർക്ക് സാധിക്കത്തില്ല. ഹല്ലേലൂയ. എന്നിട്ട് 18 പറയാ, ചെന്ന് പറ ഞാൻ തുറക്കാൻ പോവാ. ദൈവം അടയ്ക്കുന്നവനുമാ, ദൈവം തുറക്കുന്നവനുമാ. അതാ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. ഫിലദൽഫിയ സഭയോട് പറയുന്നു, ദൂത് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, വെളിപ്പാട് 3:7, ദാവീദ് ഗോത്രത്തിന്റെ താക്കോൽ കലിവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ. ഈ കീ ദൈവത്തിന്റെ കയ്യിലാണ്. ദൈവം അടച്ചതാ, ദൈവം തുറന്നു വിട്ടാ തുറന്നതാ. ദൈവം തുറന്നാൽ ഉലകത്തിലെ ഒരു ശക്തിക്കും മനുഷ്യനും പൈശാചിക മണ്ഡലങ്ങൾക്കും അതിനെ അടയ്ക്കാൻ പറ്റത്തില്ല. ദൈവം അടച്ചാൽ എന്തൊക്കെ എതിർപ്രാർത്ഥന വെച്ചാലും അതിനെ തുറക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ 5-ാം മാസം ചില നോക്കി കൽപ്പിക്കണം, എനിക്കും എന്റെ കുടുംബത്തിന്റെ മീതെ ശത്രു തുറന്നു വിടുന്ന രോഗശക്തികൾ, ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ, ചില പോരാട്ടത്തിന്റെ വാതിലുകളെ അധികാരമുള്ള യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ അടയ്ക്കുന്നു. അപ്പോൾ തന്നെ ശത്രു അടച്ചതിനെ തുറക്കുന്ന ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവം അടയ്ക്കുന്നവനുമാ, ദൈവം തുറക്കുന്നവനുമാ. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ നോഹയോട് ദൈവം എന്ന് പറയുന്നുണ്ട്, ഞാൻ ഭൂതലത്തിലൊക്കെ വൻമര പെയ്യിക്കാൻ പോവാ, വെള്ളം പൊങ്ങാൻ പോവാ, നീയും നിന്റെ കൂട്ടരും കുടുംബവും മൃഗജാതികൾ രക്ഷപ്പെടാൻ പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. വലിയ വൻമരയില്ലാതെ വെള്ളപ്പൊക്കമില്ലാത്ത സമയത്ത് കേട്ട് പൊട്ടനെ പോലെ നോഹ പെട്ടകം പണിതു. ആ സമയത്ത് അങ്ങനെ ഒന്നുമില്ല. ദൈവം ചിലത് പറയുമ്പോൾ നമുക്ക് പഴക്കമുള്ളതല്ലായിരിക്കും ചില സമയത്ത് പറയുന്നത്. നമുക്ക് ആദ്യം അത് മനസ്സിലാകത്തില്ല. ദൈവം പറഞ്ഞു പണിയാൻ പറഞ്ഞു, പണിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സംഭവം സംഭവിച്ചു. ഉൽപ്പത്തി 7 കിടപ്പുണ്ട്. ദൈവം 7:10 ദൈവം ഉറവകളെ അങ്ങ് തുറന്നു, ആഴിയുടെ ഉറവകൾ പിളർന്നു, ആകാശത്തിന്റെ കിളിവാതിലൊക്കെയും തുറന്നു, പിളർന്നു, തുറന്നു. ദൈവത്തിന്റെ ടൈം ആയിട്ടുണ്ടെങ്കിൽ ഇതുവരെ കണ്ടില്ലേലും നോഹയുടെ സമകാലീയന്മാരാരും കണ്ടിട്ടില്ല ഇങ്ങനെ വൻമര പെയ്യുന്നത്. തുറക്കേണ്ടത് തുറക്കും, ആഴി പിളർക്കേണ്ടത് പിളർക്കും. എടാ, അവർക്കറിയാം ഇത്ര വൻമര പെയ്യണമെങ്കിൽ ഭൂമിയുടെ ഉറവകളൊക്കെ തുറന്നാൽ ഇങ്ങനെ വെള്ളമൊക്കെ വരത്തുള്ളൂ. ഇതൊക്കെ എവിടുന്ന് വരും? അത് സംഭവിക്കത്തില്ല. നോഹ പെട്ടകം പണിയുമ്പോഴും മറ്റുള്ളവർ കളിയാക്കി കാണും. പക്ഷെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോ ദൈവം അങ്ങോട്ട് പിളർക്കേണ്ടതിനെ ഭൂമിയെ പിളർന്നു, ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്നു. ഇന്ന് പകൽ നിന്റെ കണ്ണിന്റെ മുമ്പിൽ ദൂത് പറയുമ്പോഴും പലതും കാണത്തില്ലേലോ, നീ വിശ്വസിച്ച് സ്റ്റെപ്പ് വെച്ചോ. ഒരു ദൈവത്തിന്റെ സമയം വെച്ചിട്ടുണ്ട്. തുറന്നു വരേണ്ടത് തുറന്നു വരും. ഞാൻ ഈ 5-ാം മാസം നിന്നുകൊണ്ട് തികഞ്ഞ ദൈവസാന്നിധ്യത്തോടെ സകലരെ നോക്കി ദൂത് പറയാം. ചിലപ്പോ പ്രവചനം കേൾക്കുമ്പോ, മീറ്റിംഗിൽ വന്ന് വചനം കേൾക്കുമ്പോ, ഈ കേൾക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് നിന്റെ ജീവിതത്തിൽ പലതും അടഞ്ഞായിരിക്കുന്നത്. നോഹയോട് ദൂത് പറയുമ്പോഴും എല്ലാം അടഞ്ഞായിരിക്കുന്നത്. ഒരിക്കലും വെള്ളം പൊങ്ങാൻ സാധ്യതയില്ല. പക്ഷെ ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. ദൂത് പറഞ്ഞവൻ ചില വാതിൽ തുറക്കും. ആരോടൊക്കെ ദൈവം സംസാരിക്കുകയാണ്. ഇന്ന് പകൽ ഇതിനകത്ത് ആരാധിക്കുന്ന ചില കുടുംബങ്ങളോട് ദൂത് പറയുകയാണ്. നീ പ്രാർത്ഥിച്ചു കാത്തിരുന്നു, സമയത്ത് അവൻ തുറക്കും. ദൈവാത്മാവ് പറയുന്നു, മകനെ, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ ഒരു വാതിൽ തുറക്കാൻ സമയമായി. അടഞ്ഞ ഉറവകളെ തുറക്കുന്ന കർത്താവ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ. ചിലത് തുറക്കുന്നത് കാണിക്കാൻ പോവുക ദൈവം.
ആ ഒരു വിഷയത്തിൽ ഒരു ഭയങ്കര ദൈവസാന്നിധ്യം ഇതിനകത്ത് ചലിച്ചോണ്ടിരിക്കുക. ആരോടൊക്കെ തൊട്ട് പറയുകയാണ്. ദൂത് പറയുമ്പോഴും നീ ആരാധിക്കാൻ നിൽക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും നിന്റെ വീട്ടിൽ നിന്റെ ജീവിതത്തിൽ അടഞ്ഞായിരിക്കുന്നത്, പക്ഷെ ദൈവ വാക്കിന് സ്റ്റെപ്പ് വെക്കുമ്പോ അവൻ തുറക്കുന്ന ദൈവമോ. കർത്താവ് തുറക്കും. ദൂത് കേൾക്കുമ്പോൾ അടഞ്ഞിരിക്കാം, പക്ഷെ വിശ്വസിച്ച് സ്റ്റെപ്പ് വെച്ചാൽ ദൈവം തുറക്കും. ഉറവകളൊക്കെ പിളരേണ്ടത് പിളർന്നു വരും, കിളിവാതിൽ തുറക്കേണ്ടത് തുറന്നു വരും. ദൈവം അടയ്ക്കുന്നവനുമാ, ദൈവം തുറക്കുന്നവനുമാ. ഞാൻ ഈ പറയുന്ന ഓരോരുത്തരും ഈ ദൂതിനെ ഒന്ന് ഏറ്റെടുക്കാമോ? ഇന്ന് പകൽ ശക്തമായി ദൈവാത്മാവ് ചിലത് നിനക്ക് വേണ്ടി തുറന്നു തരാൻ പോയ. ഇപ്പൊ ഈ ദൂത് ഇപ്പൊ കേൾക്കുമ്പോഴും പാസ്റ്ററെ, ബ്രദറെ, എന്റെ ജീവിതത്തിന്റെ വീടിന്റെ മണ്ഡലത്തിൽ പലതും അടഞ്ഞിരിക്കുന്നതായിട്ടായിരിക്കാം കാണുന്നത്. പക്ഷെ നീ വിശ്വസിച്ചോ, നോഹയ്ക്ക് വേണ്ടി തുറക്കാൻ ദൈവം വിശ്വസ്തനാണെങ്കിൽ അവന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച നിന്റെ ജീവിതത്തിലും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മളാരും മനുഷ്യന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചതല്ലോ. നമ്മളാരും മനുഷ്യന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചതല്ലോ. നോഹ അതുമല്ല. മനുഷ്യന്റെ വാക്ക് കേട്ടായിരുന്നെങ്കിൽ എല്ലാ പരിപാടി നിർത്തി വീട്ടിൽ ഇരുന്നേനെ. മനുഷ്യന്റെ വാക്ക് കേൾക്കാതെ ദൈവവാക്ക് കേട്ട് പെട്ടകം പണിഞ്ഞ് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ തുറക്കേണ്ട ദൈവം തുറക്കും. Yes, 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 yes. The presence of God is moving. ചില കുടുംബങ്ങളിൽ തുറന്നു വരികയാണ്. നീ മനുഷ്യന്റെ വാക്ക് കേട്ടിട്ടല്ല ഇറങ്ങി തിരിച്ചത്. നോഹയെ പോലെ സ്വർഗത്തിലെ ശബ്ദം കേട്ടിട്ടാ ഇറങ്ങിയത്. ആരൊക്കെയോ ആശ്വസിപ്പിച്ച് ദൈവം സംസാരിക്കുക. മനുഷ്യന്റെ വാക്ക് കേട്ടിട്ടല്ല നീ ഇറങ്ങിയത്, നീ ദൈവത്തിന്റെ വാക്ക് കേട്ടാ ഇറങ്ങിയത്. ഇന്ന് അടഞ്ഞിരുന്നാലോ, ഇന്ന് മൂടിയിരുന്നാലോ ദൈവം തുറക്കും. യെസ്, പ്രാപിക്കുന്നവർ പ്രാപിച്ചോ, ആരാധിക്കുന്നവർ ആരാധിച്ചോ. ഇത് ചിലരെ തൊടുന്ന ദൈവിക സന്ദേശമാണ്. ചില ഹൃദയങ്ങളോട് ദൈവം സംസാരിക്കുകയാണ്. Receive it. ഈ സ്റ്റേജ് മുതൽ വലിയ ദൈവ സാന്നിധ്യം അങ്ങേ അറ്റം വരെ ചലിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവം ഇത് ചെയ്യും. ഒരു വലിയ ദൈവസംഘടന ഇന്ന് ഏറ്റെടുത്തോണം കേട്ടോ. ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച മെസ്സേജ് പൂർത്തീകരിക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഒരു ടൈം ആകുമ്പോൾ എനിക്ക് കർത്തൃമേശയിലേക്ക് വരികയും ചെയ്യണം. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞു പോകുന്ന ദൂതിനെ സ്വീകരിച്ചോ. ദൈവാത്മാവ് എന്തോ പ്രവൃത്തി ഇതിന്റെ അകത്ത് ചെയ്യുകയാണ്. ഈ 5-ാം മാസത്തിലെ ആദ്യ സൺഡേയിൽ ആരാധിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോട് ദൈവം സംസാരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഏഴിന്റെ 24 വായിച്ചേ. ഉൽപ്പത്തി 7:24. ഇനി വചനത്തിന് ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു 2-3 മിനിറ്റ്. ഉൽപ്പത്തി 7:24. പർവ്വതങ്ങൾ മൂടുവാൻ തക്കവണ്ണം വെള്ളം 15 മുഴം അവയ്ക്ക് മീതെ പൊങ്ങി. 24 വായിച്ചേ. 7:24. വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. വെള്ളം ഭൂമിയിൽ 150 ദിവസം തുറന്ന ഉറവ. വെള്ളം എന്ത് ചെയ്തു? 1-2 ദിവസമാണ് വെള്ളം പൊങ്ങിയത്. എത്ര? നിങ്ങൾ ആലോചിച്ച് നോക്കും. മഴ, ആകാശം തുറന്ന് മഴ പെയ്തുകൊണ്ടിരിക്കും. 150 ഉറവ തുറന്നിരിക്കുക. 150 ദിവസം കഴിയുമ്പോൾ മൊത്തം വെള്ളം പൊങ്ങി. ദൈവം തുറന്നതാ. ദൈവം തുറന്നതാ. തുറക്കാനുള്ള താമസമേ ഉള്ളൂ. നമ്മൾ നിന്നാ മതി, തുറക്കും. നമ്മൾ പണിഞ്ഞു, നമ്മൾ പല പ്രവർത്തിച്ചു, പക്ഷെ തുറന്നില്ല. വെയിറ്റ് ചെയ്യ്. നോഹേ, നിന്റെ പെട്ടകത്തിന്റെ പണി തീർന്ന് വാതിലടയ്ക്കാൻ ദൈവം വെച്ചേക്കുക. ഒരു സമയമാവുമ്പോ തുറക്കും.
ഇനി 8:1 വായിച്ചേ. ദൈവം നോഹയെയും ആ. അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റ് അടുപ്പിച്ചു, വെള്ളം നിലച്ചു. പിന്നെ ദൈവം അവരെ ഓർത്തു. ഇപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. മറ്റേ വേറൊരു അവസ്ഥയായിരുന്നു, ഭൂമി നിൽക്കുന്ന അവസ്ഥ. ഇപ്പൊ വെള്ളത്തിൽ പൊങ്ങി കിടക്കാം. ദൈവം അടുപ്പിച്ചു, വെള്ളം നിന്നെങ്കിലും ഇവർക്ക് പുറത്തു വരാൻ പറ്റാത്ത സാഹചര്യം. വെള്ളം പൊങ്ങുന്നതാ നിന്നേ, ഉറവ അടഞ്ഞു, പക്ഷെ വെള്ളം ഇപ്പൊ എന്ത് ചെയ്യാ, കെട്ടിക്കിടക്ക. തരോട്ട് വായിക്കുമ്പോ 7:1 വായിച്ചേ. അവൻ ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു, അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ പോയി വന്നും കൊണ്ടേയിരുന്നു. ഭൂമിയിൽ വെള്ളം കുറഞ്ഞുപോയെന്ന് അറിയേണ്ടതിന് അവനൊരു പ്രാവിനെയും തന്റെ അടുക്കൽ നിന്നും പുറത്തുവിട്ടു. എന്നാൽ സർവ്വഭൂമിയിലും വെള്ളം കിടക്കൊണ്ട് പ്രാവ് കാൽ വെപ്പാൻ സ്ഥലം കാണാതെ അവന്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. മലങ്കാക്ക അയച്ചു, അത് വന്നും പോയി നിൽക്കുന്നു. പ്രാവിനെ അയച്ചു, പ്രാവ് എങ്ങും ഭൂമി നിൽക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യുന്നു. അപ്പൊ അതിന്റെ അടുത്ത് വെള്ളം ഇപ്പോഴും എന്ത് ചെയ്തോണ്ടിരിക്കുക. ഒരു സൈന് വേണ്ടി അയച്ചത്. നോഹ പെട്ടകത്തിൽ നിന്ന് കിളിവാതിൽ തുറന്ന് പ്രാവിനെ പറത്തി വിട്ട്, പ്രാവ് കുറച്ച് തിരിച്ച് വീണ്ടും എന്ത് ചെയ്തു, പറഞ്ഞു. ഇരിക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയാനെ ഇല്ല, വീണ്ടും താഴോട്ട്. പിന്നെ അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു. ഇനി ഞാൻ ഷോർട്ടാക്കി പറയാം. ഇനി 12 വായിച്ചേ. 12-13. അവൻ ആ പ്രാവിനെ പുറത്തു വിട്ടു, അത് പിന്നെ അവന്റെ അടുക്കൽ മടങ്ങി വന്നില്ല. പിന്നെ അതിനുശേഷം ഒരു പ്രാവിനെ പുറത്തു വിട്ടു. ആ പ്രാവ് എന്ത് ചെയ്തില്ല, പുറത്തു. അതിന്റെ അർത്ഥം എന്തുവാ, വെള്ളം താന്നു, കര കണ്ടു തുടങ്ങി. അല്ലെങ്കിൽ പ്രാവിന് കേറിയിരിക്കാൻ കൂട് പിടിക്കാൻ പറ്റിയ വൃക്ഷങ്ങളുടെ ടോപ്പ് റെഡിയായി തുടങ്ങി. ആ പ്രാവ് എന്ത് ചെയ്തില്ല, മടങ്ങി. ഇനി പറയാൻ പോകുന്നത് ഈ മാസത്തു മുതലുള്ള ദൈവിക ദൂതാണ്. 13-ാമത്തെ വാക്യം വായിച്ചേ. 13. 601 സംവത്സരം 1-ാം മാസം 1-ാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു. അപ്പുറത്തേക്ക് ഭൂമിയിൽ വെള്ളം എന്ത് ചെയ്തു, വറ്റിപ്പോയിരുന്നു. നോഹ പെട്ടകത്തിന്റെ മേൽത്തട്ട് നീക്കി ഭൂതലം ഉണങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്ന് കണ്ട്. മതി, ശ്രദ്ധിച്ചേ. ടൈം ആയപ്പോ നോഹ എന്ത് ചെയ്തു, പെട്ടകത്തിന്റെ മേൽത്തട്ട് നീക്കി, ഭൂതലത്തിലെല്ലാം ഉണങ്ങിയിരിക്കുന്നത് കണ്ടു. ഞാൻ 5-ാം മാസം ദൂത് പറയാം. ഇതുവരെ നീ കണ്ടത് ഇച്ചിരി വെള്ളം പറ്റിയതും അവളുടെ തീരെ ഗതിയില്ലാത്തൊരു അവസ്ഥയായി കറങ്ങി നിൽക്കുന്നൊരവസ്ഥയാണ്. നീണ്ട വർഷങ്ങൾ, നീണ്ട ദിവസങ്ങൾ അടഞ്ഞു കടന്നതിനെ ദൈവം മേൽത്തട്ട് മാറ്റാൻ പറഞ്ഞു. മാറ്റിയപ്പോൾ പിന്നെ കാണുന്നത് ഉണങ്ങിയ ഒരു കര കണ്ടു. എന്നിട്ട് 16 വായിച്ചേ. 16 നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രിമാരും ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുവീൻ. മതി. എന്നിട്ട് ദൈവം പറഞ്ഞു, വാതിൽ തുറന്ന് നീയും നിന്റെ കുടുംബവും പുറത്തിറങ്ങ. നീണ്ട ദിവസങ്ങൾ പുറത്തിറങ്ങാൻ പറ്റാതെ വെള്ളത്തിന്റെ അകത്ത് പൊങ്ങിക്കിടന്ന ഒരിച്ചിരി കര പോലും കാണാൻ പറ്റാത്തതിന് ദൈവം പറഞ്ഞു തുറക്കടാ. തുറന്നപ്പോ ചിലത് കാണാൻ തുടങ്ങി. 5-ാം മാസം മുതൽ ചിലരോട് പറയുന്നു, ഇതുവരെ കണ്ട കാഴ്ചയല്ല, ചിലത് തുറന്ന ചില ദൈവപ്രവൃത്തികളെ എന്റെ ദൈവം ചിലതിനെ കാണിക്കാൻ പോവുകയാണ്. തന്നെ തന്റെ കുടുംബത്തെയും ഭാര്യയെയും ദൈവം പുറത്തു വരാൻ പറഞ്ഞു. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയുന്നു, നീണ്ട നാളുകൾ നീ അടയപ്പെട്ട സമയങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നിനക്കൊന്ന് മര്യാദയ്ക്ക് പുറത്തു വരാൻ പറ്റാത്ത സമയമുണ്ടെങ്കിൽ, ഈ 5-ാം മാസം ദൈവം ദൂത് പറയുന്നു, നീ അടയപ്പെട്ട ചില വിഷയത്തിൽ നിന്ന് നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവം പുറത്തു കൊണ്ടുവരും. ഇന്ന് പകൽ ദൈവാത്മാവിൽ ചിലതിനോട് ദൂത് പറയുക. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിന്റെ അകത്തൊന്ന് കരങ്ങളെ തട്ടി ദൈവത്തിന്റെ മഹത്വം കയറ്റിയേ. ചിലതൊക്കെ പുറത്തു വരാൻ പോവുക. നീയും നിന്റെ കുടുംബവും നാളുകളായി അടഞ്ഞിരുന്നു ഒന്നും കാണാൻ പറ്റാത്ത ഒരവസ്ഥയാണെങ്കിൽ, ഇന്ന് പകൽ ഒന്നും ഉറയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ,
ദൈവം പുറത്തു കൊണ്ടുവരട്ടെ, ദൈവം പുറത്തു കൊണ്ടുവരട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രവചന ശബ്ദം ഈ കുടുംബങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുന്നു. ഇന്ന് പകൽ ചിലതിന്റെ ജീവിതത്തിൽ നിന്ന് ചിലത് പുറത്തു വരട്ടെ, കുടുംബമായി പുറത്തു വരട്ടെ. വിശ്വസിക്കാൻ ഏറ്റെടുത്തോ. ഇത്രയും നാൾ കണ്ടവല അടയപ്പെട്ടതിന്റെ നിന്റെ കുടുംബത്തിന്റെ മീതെ ശത്രു അടച്ചു വെച്ച ചില മേൽത്തട്ടുകളെ നീട്ടി നിന്നെ നിന്റെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരും. ഓ പെട്ടകത്തിന്റെ മേൽത്തട്ട് നീട്ടി നോഹയും തന്റെ കുടുംബത്തെ പുറത്തു കൊണ്ടുവന്ന പോലെ ഇന്ന് പകൽ വാതിലുകളെ പുറത്ത് ദൈവം കൊണ്ടുവരും. ഈ ദൂതുകൾ ഏറ്റെടുക്കുന്ന കുടുംബങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരികയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരും. ഈ ദൂതിനെ സ്വീകരിച്ച ദൈവം പുറത്തു കൊണ്ടുവരും. ഇനി ഒരു ഗൗരവമായ മെസ്സേജിലേക്ക് വരും. ദൈവം അടയ്ക്കാൻ പറഞ്ഞു, അടച്ചു. പോയി വീണ്ടും ചെന്ന് തുറക്കാൻ പറയാം. ഞാൻ തുറക്കാൻ പോവാന്ന് പറഞ്ഞു. മഴ പെയ്യിക്കാൻ പോകുന്നു ഏലിയാവിനോട് പറഞ്ഞു. ഏലിയാവ് പറഞ്ഞു മഴ പെയ്യിക്കാൻ പോകും. ഇനി ശ്രദ്ധിച്ചോളാം. ഏലിയാവ് ആഹാബിന്റെ അടുത്തേക്ക് വരുന്നൊരു സമയം. അവിടെ വന്നപ്പോ 1:18, അതായത് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിച്ചു. അപ്പോ 17-ാം അധ്യായത്തിൽ ചെന്ന് പറഞ്ഞു മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന്. 18-ാം അധ്യായത്തിൽ ചെന്നിട്ട് പറയാൻ പോവുകയാണ്, ചെല്ലാൻ പോവുകയാണ്, ഇനി മഴ പെയ്യാൻ പോകുന്നു പറയാൻ പോവാ. അപ്പൊ അതിന്റെ 18-ാമത്തെ വാക്യം അതിന് അവൻ പറഞ്ഞത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവും അത്രേ. 17 ഇട്ടൊന്ന് വായിച്ചേ. 17-ഉം 18-ഉം. ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ അവനോട്, ആരിത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. ഏലിയാവിനെ കണ്ടപ്പോഴേ ആഹാബ് ചോദിച്ചു, നീയാണോ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തിയേ? എടാ നീ അടയ്ക്കട്ടെ എന്ന് പറഞ്ഞപ്പോ എല്ലാം അടഞ്ഞു. 3.5 വർഷം മഴയില്ല, മൊത്തം ക്ഷാമം. നീ എന്തിനാ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തിയേ? ആണ് ഏലിയാവ് തിരിച്ചെന്ന് പറഞ്ഞേ. അതിന് അവൻ പറഞ്ഞത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവും അത്രേ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ. കേട്ടോ, ഈ കഷ്ടം വരാൻ കാരണം ഞാനല്ല, ഞാൻ പറഞ്ഞതിന്റെ അല്ല, ഞാൻ പറയാൻ കാരണം എന്താ, ദൈവം എന്താ ചെയ്യാൻ കാരണം? നീയും നിന്റെ കുടുംബവും വഴി വിട്ടു, കൽപ്പന പ്രമാണം വിട്ടു, ആരാധിക്കേണ്ടതിനെ ആരാധിച്ചു. അതുകൊണ്ടാണ് ഈ കഷ്ടം ചെയ്തത് വന്നത്. എന്നിട്ട് ഏലിയാവ് ബാക്കിയുള്ള നിങ്ങളുടെ പ്രവാചകന്മാർ, നിങ്ങളുടെ ആൾക്കാരെല്ലാം ഇങ്ങ് വിളിക്ക്, ഇവിടെ ഒരു ഫൈറ്റ് നടക്കാൻ പോവാ. ചരട്ട് വായിക്കുമ്പോ അതിന്റെ 22, 23, 24, 25 വാക്യം വായിക്കുമ്പോ, പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത്, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തനെ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ, ബാലിന്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. 23, 24 വായിച്ചോ. ഞങ്ങൾക്ക് 2 കാളയെ തരട്ടെ. ഒരു കാളയെ അവർ തിരഞ്ഞെടുത്തു, ഖണ്ഡം ഖണ്ഡമാക്കി നീ ഇടാതെ വിറകിന്മേൽ തീ ഇടാതെ വിറകിന്മേൽ വെക്കട്ടെ. മറ്റേ കാളയെ ഞാൻ ഒരുക്കി തീ ഇടാതെ വിറകിന്മേൽ വെക്കാം. നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പി, ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവം എന്നിരിക്കട്ടെ. ഒരു വെല്ലുവിളി. നീ ഇത്രയും 10-400 പ്രവാചകന്മാരുണ്ടല്ലോ, അവിടെ ഒരു കാള എനിക്കിതാ, ഒരു കാള എനിക്കാ. ആ കാറ അറുത്ത് കഷ്ണമായിട്ട് വിറകും വെച്ച് നിങ്ങളങ്ങ് നിങ്ങളുടെ ദൈവത്തെ വിളിച്ചങ്ങ് പ്രാർത്ഥിര്. ഞാൻ എന്റെയും വെച്ചിട്ട് ഞാനും പ്രാർത്ഥിക്കാം. ആരാണ് തീ കൊണ്ട് ഉത്തരമുള്ളത് ദൈവം എന്നറിയാം, അതാണ് ഒറിജിനൽ ദൈവം. ഇവരെല്ലാം കൂടെ രാവിലെ തൊട്ട് ഇങ്ങനെ നിരത്തി വിളിയാ, പക്ഷെ തീ ഉറങ്ങുന്നില്ല, ഒന്നും ഉറങ്ങുന്നില്ല. ഇല്ല ചോദിച്ചു, നിങ്ങളുടെ ദൈവം എന്താ, എന്തെങ്കിലും ഉറങ്ങിയതാണോ, നിദ്രയിലാണോ? രാവിലെ തൊട്ട് ഉച്ച വരെ വിളിച്ചിട്ട് എന്ത് വരുന്നില്ല, യാഗപീഠത്തിൽ തീ ഇറങ്ങുന്നില്ല. സാധാരണ തീ കത്തിക്കും, ഇപ്പൊ അങ്ങനെയല്ല, വിറക് തന്നെ കത്തണം. അങ്ങനെയാണെങ്കിൽ അതാണ് ദൈവം. ഒരു പരീക്ഷണം ഞാൻ പറയാം, ദൈവികമായതേ എന്നും നിലനിൽക്കത്തുള്ളൂ. മറ്റേതൊക്കെ ആദ്യം പ്രബലപ്പെട്ടാൽ, ചിലരോട് പറയാം, ചിലതൊക്കെ ആദ്യം പ്രബലപ്പെട്ടാലും നീ ഭാരപ്പെടരുത്, വെയിറ്റ് ചെയ്യും. ആ പ്രബലപ്പെട്ടത് പിന്നീട് അവസാനിക്കും. ഫറവോന്റെ കൊട്ടാരത്തിൽ മോശയുടെ വടി കിട്ടപ്പോ പാമ്പായി, മന്ത്രവാദിയും വഴിയിട്ടപ്പോ എന്ത് ചെയ്തു? ഇവിടാണ് നമ്മുടെ പ്രശ്നം. എടാ അവനും വന്നപ്പോ അത് കാണിച്ചല്ലോ.
അവളും വെളിപ്പെട്ട് നിൽക്കുന്നല്ലോ. മോശ ഇട്ടപ്പോഴും പാമ്പായി, മറ്റവൻ വന്നും പടിയിട്ടപ്പോഴും എന്ത് ചെയ്തു? പാമ്പായി. പക്ഷെ വെയിറ്റ്, ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. എന്തുവാ? ഇച്ചിരി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? മോശയുടെ വടി ആ പാമ്പ് മറ്റേന്നെല്ലാം എന്ത് ചെയ്തു? ഈ ആദ്യം കാണിക്കുന്ന പിശാചിന്റെ ടെക്നിക്ക്, അതിലാണ് ദൈവമക്കൾ വീണു പോകുന്നത്. അയ്യോ എന്റെ ജീവിതത്തിൽ നടന്നില്ലല്ലോ, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ, ഉടനെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇത് വീണ്ടും വന്നല്ലോ. നീ വെയിറ്റ് ചെയ്യ്. നീ പ്രാർത്ഥിച്ചിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നിന്റേത് മറ്റതിനെ വിഴുങ്ങിയിരിക്കും. ആദ്യം കണ്ടിട്ട് ഇട്ട് ഓടിപ്പോകണ്ട. വെയിറ്റ് 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 വെയിറ്റ്. ദൈവം എന്തിനാ അങ്ങനെ കാണിപ്പിച്ച്? മറ്റവന്റെ നെഗറ്റീവും മറ്റവന്റെ എല്ലാ ബ്ലാക്കും ഇറങ്ങാൻ വേണ്ടി ദൈവം വെയിറ്റ് ചെയ്തതാ. അവന്റെ എന്തൊക്കെ ഉണ്ടോ എല്ലാം ഒന്ന് വെളിപ്പെട്ടോട്ടെ. വെളിപ്പെട്ട് പൂർണ്ണമാകുമ്പോ നമ്മുടേത് കയറി മറ്റതിനെ വിഴുങ്ങിയിരിക്കും. പാസ്റ്ററെ പ്രാർത്ഥിച്ചിട്ടും ദൂത് പറഞ്ഞിട്ടും 2-3 മാസമായിട്ട് വല്ലാതെ അങ്ങ് സ്ട്രഗിൾ ചെയ്യുകയാണല്ലോ. ഫാരപ്പണ്ട, നീ പ്രാർത്ഥിച്ചിരുന്നോ? പിശാചിന്റെ വെളിപ്പെടാനെല്ലാം അങ്ങ് വെളിപ്പെട്ടോട്ടെ. ഇച്ചിരി കഴിയുമ്പോ അന്തിമ ജയം നിനക്കാണ്. ഉച്ചവരെ വിളിച്ചു, മറ്റവന്റെ ഒന്നും തീ ഇറങ്ങിയില്ല. അവന്റെ യാഗപീഠത്തിൽ ഒന്നും സംഭവിച്ചില്ല. ഉച്ച കഴിഞ്ഞപ്പോ ഏലിയാവ് പറഞ്ഞു, ആഹാ എന്നാ പിന്നെ ഞാൻ കാണിച്ചു തരാം. ഏലിയാവ് പെട്ടെന്ന് അങ്ങ് തീ ഇറക്കട്ടെ എന്നല്ല ആദ്യം പ്രാർത്ഥിച്ചത്. ഇതാണ് ഗൗര മെസ്സേജ്. ശ്രദ്ധിച്ചു. ഏലിയാവ് എന്താ ചെയ്തെന്നറിയാമോ? 29-30 വായിച്ചേ, എല്ലാവരും ശ്രദ്ധിച്ചു. 29-30. ഉച്ച തിരിഞ്ഞിട്ട് ഭോജനയായം കഴിക്കുന്ന സമയം വരെ അവർ വെളിപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല. അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവീനെന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവന്റെ അടുക്കൽ ചേർന്നു. അവന് ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. എന്നിട്ട് നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്ത് 12 കല്ല് എടുത്തു. 32 കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. ശ്രദ്ധിച്ചേ. 29, 30, 31. പെട്ടെന്ന് അങ്ങ് ചെന്ന് പ്രാർത്ഥിക്കല്ല. ആദ്യം എന്ത് ചെയ്തു? ഇടിഞ്ഞു കിടന്ന യാഗപീഠം എന്ത് ചെയ്തു? യാഗപീഠം പണി, ഓൾട്ടർ ബിൽഡ് ചെയ്തു. അവർക്ക് പറയാം യാഗപീഠം പണിയണം. എന്തുകൊണ്ടാ പണിഞ്ഞത്? 12 കല്ലെടുത്ത്. ഇസ്രായേൽ ഗോത്രത്തിന് എത്ര കല്ലെടുത്തു? 12 കല്ല്. അതെന്തിനാ കാണിക്കുന്നറിയോ? അതുവരെ 2 രാജ്യമായിട്ട് ഒരു കുടുംബം, ഒരു സമൂഹം, 12 ഗോത്രം ഒന്നിച്ച് നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ചെന്ന് പറഞ്ഞ് 10 വേറെ, 2 ഗോത്രം വേറെ. ഒരുത്തൻ യഹൂദ രാജ്യമായി മാറി, മറ്റേത് ഇസ്രായേൽ രാജ്യമായി മാറി. പക്ഷെ യാഗപീഠം പണിഞ്ഞപ്പോ 10 എടുത്ത 2 എടുത്ത 12 കല്ലും എടുത്ത്. എന്നിട്ട് ഇസ്രായേലിനടുത്ത് പറയാ, ഒന്നാകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, നിങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ട്. തെക്കേ രാജ്യം, വടക്കേ രാജ്യം, ഞങ്ങൾ യഹൂദ, നിങ്ങൾ ഇസ്രായേൽ എന്ന് വേർതിരിവായി. പക്ഷെ ദൈവം നോക്കുമ്പോ 12 കല്ലും വിലപ്പെട്ടതാണ്. 12 കല്ലെടുത്ത് യാഗപീഠം പണിതു. ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിലും യാഗപീഠം പണിയണം. എന്താ യാഗപീഠം? കല്ലുകൾ വെച്ച്, അന്നത്തെ കാലത്ത് മൃഗത്തെ വെച്ച് തീ കത്തിച്ച് യാഗം. എന്തിനാ? ആരാധനെ കാണിക്കുന്നു, വർഷിപ്പിനെ കാണിക്കുന്നു, ദൈവമുള്ള ബന്ധത്തെ കാണിക്കുന്നു, ദൈവത്തിന്റെ വിശ്വസ്തയോടത്ത് ദൈവത്തെ സ്തുതിക്കുന്നത് കാണിക്കുന്നു, ദൈവിക ബന്ധത്തെ കാണിക്കുന്ന യാഗപീഠം എന്ന് പറയുന്നത് ആരാധനയെ കാണിക്കുന്നു. ദൈവ വാഗ്ദത്തങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരറ്റുന്നു, ദൈവത്തിന്റെ വിശ്വസ്തതകൾ ഓർത്ത് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ് അന്നത്തെ കാലത്ത് പ്രകടിപ്പിക്കുന്ന ഏറ്റവും വലുതാണ് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുന്നു. യാഗപീഠം പണിയണം. ഈ യാഗപീഠം പണിയുമ്പോൾ ആ യാഗപീഠത്തിൽ ദൈവം പ്രസാദിക്കും. ഞാൻ നമ്മുടെ യാഗപീഠം പറയാം. നമ്മുടെ ജീവിതത്തിലും നമ്മൾ വ്യക്തിപരമായി യാഗപീഠം പണിയണം. ഒന്ന് കൂട്ടായ്മ ബന്ധത്തിൽ സഭയായി അതൊരു ഓൾട്ടറാണ്. ഈ ഒന്നിച്ചു ഇന്നൊരു യാഗപീഠം പണിയാം. 2 കുടുംബമായിട്ട് എന്തുണ്ട്? ഒരു
പേഴ്സണലായി, വ്യക്തിപരമായി നമ്മൾ നമ്മുടെ ദൈവമായിട്ടൊരു യാഗപീഠം. ഇത് മെസ്സേജ് ഇതാ, യാഗപീഠം പണിയുന്നവനായി തീർന്നു. ചിലപ്പോ ഉടഞ്ഞു കിടക്കായിരിക്കും, നീ ചേർക്കേണ്ടതിനെ ചേർത്ത് പണിയണം. പുറപ്പാട് 20:24 ഒന്ന് എടുത്തേ. പുറപ്പാട് 20:24. പുറപ്പാട് 20:24. കണ്ണിന് പകരം അല്ല, പുറപ്പാട് 20:24. എനിക്ക് മണ്ണുകൊണ്ട് ഒരു യാഗപീഠം ഉണ്ടാക്കി അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളെയും സമാധാന യാഗങ്ങളെയും നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണമെന്ന് ഞാൻ എന്റെ നാമത്തിൽ സ്മരണ സ്ഥാപിക്കുന്നു എന്നും സ്ഥലത്ത് സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. ആമേൻ. യാഗപീഠം പണിയണം. ആടുകളെയും കന്നുകാലികളെയും അതിന്റെ അകത്ത് യാഗപീഠത്തിൽ സമർപ്പിക്കണം. എന്റെ നാമത്തിന്റെ സ്മരണ പുറത്തുന്ന, എന്നെ ഓർക്കുന്ന, എന്റെ നാമത്തെ ആരാധിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ വന്ന് അതിനെ എന്ത് ചെയ്യും? ഇന്നിവിടെ ആടും കോഴിയും ഒന്നും നമ്മൾ എടുക്കാറില്ല. ഒന്നിച്ച് ദൈവസന്നിധിയിൽ വന്ന് ശുദ്ധീകരണം പ്രാപിച്ചു ഒന്നിച്ച് വന്ന് ഇവിടെ വന്ന് ഇതൊരു യാഗപീഠം പണിയാ. എവിടെ യാഗപീഠം പണിത് എന്റെ നാമത്തെ ഓർക്കുന്നോ അവിടെ വന്നു ഞാൻ അനുഗ്രഹിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വെളിപ്പാട് മനസ്സിലായോ? അല്ല, ഞാൻ പുതിയ നിയമ വെളിപ്പാടിലേക്ക് വരാം. എവിടെ യാഗപീഠം പണിഞ്ഞ് നീ ദൈവത്തിന്റെ നാമത്തെ ഓർക്കുന്നോ, ദൈവത്തെ സ്തുതിക്കുന്ന, പഴയ നിയമത്തിൽ തൊട്ടുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത, അവിടെ ഞാൻ വന്ന് അനുഗ്രഹിക്കും. അതിനർത്ഥം നിന്റെ വീട്ടിൽ, നമ്മുടെ വീട്ടിൽ പണിത് ഒന്നിച്ചു വന്നൊരു യാഗപീഠം പണിത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ അവിടെ വന്നവൻ അനുഗ്രഹിക്കും. സഭയിൽ വരുന്ന മാത്രം, ചിലർ സഭയിൽ വരുന്നുണ്ട്, വീട്ടിൽ പണിയണം. എന്റെ നാമത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും, എവിടെ എന്താ ഉറക്കെ പറ, ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ, ആര് യാഗപീഠം പണിയുന്നോ അവന്റെ അടുക്ക് ദൈവം ഒന്ന് അനുഗ്രഹിക്കും. ഇന്ന് പകലും കൊതിയോടെ പ്രാർത്ഥനയോടെ ഓടി ഇന്ന് ഈ കത്രുമേശയുള്ള ദിവസം യാഗപീഠം പണിയണമെന്ന് ഒരു കൂട്ടായ്മ ബന്ധത്തിൽ ഇന്ന് ഇവിടെ ആര് വന്നിട്ടുണ്ടോ, ഇവിടെ വന്ന് ദൈവം നിന്നെ ബ്ലെസ് ചെയ്യും. എന്റെ വീട്ടിലെ ഇടിഞ്ഞു കിടക്കുന്ന കല്ലുകളെ നിവർത്തി റെഡിയാക്കി വീട്ടിന്റെ അകത്ത് ദൈവത്തിന്റെ സ്മരണ, അവനെ ആരാധിക്കുന്നത്, അവനെ മഹത്വപ്പെടുത്തുന്നത് ചെയ്താൽ ദൈവം വന്ന് അനുഗ്രഹിക്കും. ഇനി വ്യക്തിപരമായ ജീവിതത്തിൽ നന്മ കിട്ടിയാലും നന്മ കിട്ടിയില്ലേലും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവ സ്നേഹത്തിൽ ഒരു ആരാധന ഉയർന്നാൽ, വ്യക്തിപരമായ യാഗപീഠം, ഓൾട്ടർ ദൈവത്തിന് പണിഞ്ഞാൽ വന്ന് നിന്നെ ബ്ലെസ് ചെയ്യും. ശ്രദ്ധിച്ചേ, ബൈബിളിൽ ഒരു ഭയങ്കര ബ്ലെസ്സിങ്ങിന്റെ പ്രിൻസിപ്പളാ പറയുന്നത്. യാഗപീഠം, ഉറക്കെ പറ, യാഗപീഠം പണിയണം എന്ന് പറയാം. പക്ഷെ പണിയുമ്പോൾ വെറുതെ പണിയല്ല, ഇടിഞ്ഞു കിടക്കുന്നതിനെ നിവർത്തിക്കണം. ദൈവം ഒന്ന് അനുഗ്രഹിക്കും. പക്ഷെ നമ്മുടെ പറ്റിപ്പോകുന്നത് എവിടേക്കോ ഇടിവുകൾ വന്നിട്ടുണ്ട്, അതെല്ലാം റെഡിയാക്കണം. ആരാധന, വചനം, പ്രാർത്ഥന, കൂട്ടായ്മ ബന്ധം, ഇതൊക്കെ യാഗപീഠം പണിയുന്നതാണ്. അതുകൊണ്ട് പറഞ്ഞ കുടുംബ പ്രാർത്ഥന ഇല്ലെങ്കിൽ ഇന്ന് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിന്നു പോയെങ്കിൽ ഇന്ന് തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തോണം. യാഗപീഠം പണിഞ്ഞോണം. അങ്ങനെ യാഗപീഠം ഉയരുന്ന വീട്ടിൽ അവൻ വന്ന് അനുഗ്രഹിക്കും. എത്ര റെഡിയാണ്? വ്യക്തിപരമായ പ്രാർത്ഥന മുടങ്ങിക്കിടക്കുകയാണോ? യാഗപീഠം പണിയെ അവൻ വന്ന് അനുഗ്രഹിക്കും. കൂട്ടായ്മയായിട്ടുള്ള ബന്ധത്തിന്റെ യാഗപീഠം ഉടഞ്ഞു കിടക്കുകയാണോ? വീണ്ടും പണി അവൻ വന്ന് അനുഗ്രഹിക്കും. വ്യക്തിപരമായി നമ്മൾ യാഗപീഠം പണിയണം. ഒന്നാമത്തെ വ്യക്തിപരമായ യാഗപീഠം പണിയണം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ടാ യാഗപീഠം പണിയണം. ഡെയിലി യാഗപീഠം പണിയണം. ഉറക്കെ പറയാം, എല്ലാ ദിവസവും യാഗപീഠം പണിയണം. ഓൾട്ടർ. ഒന്നാമത് എങ്ങനെ അറിയാം? സങ്കീർത്തനം 119 147 148. സങ്കീർത്തനം 119 147 148. ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നു? ഇപ്പൊ രാവിലെ എഴുന്നേറ്റപ്പോൾ യാഗപീഠം, രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. 48. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് ഇത് വ്യക്തിപരമായ യാഗപീഠം പണിയാ. രാവിലെ എഴുന്നേറ്റപ്പോൾ എന്തോ ചെയ്യുന്നേ? രാവിലെ എഴുന്നേറ്റ് എന്തോ ചെയ്യുന്നേ? രാവിലെ എഴുന്നേറ്റ് എന്തോ ചെയ്യുന്നേ? പ്രാർത്ഥിക്കും.
പിന്നെന്ത് ചെയ്യണം? നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ബൈബിൾ വായിക്കുമ്പോ തൊട്ട് ധ്യാനിക്കുമ്പോ തൊട്ട് യാഗപീഠം പണിയാൻ തുടങ്ങും. അടുത്ത തൊട്ട് രാവിലെ തൊട്ട് യാഗപീഠം പണിയണം എന്ന് പറഞ്ഞു. ഇത് പണിഞ്ഞിട്ട് മതി. സഹോദരിമാരോട് പറയാ, വീട്ടിലെ അടുപ്പിന്റെ യാഗപീഠം നമുക്ക് പണിഞ്ഞാൽ മതി. ഗ്യാസ് ഓണാക്കുന്നതിന് മുമ്പേ, അവിടെ തീ കത്തുന്നതിന് മുമ്പേ ധ്യാനത്തിങ്ക തീ കത്തിയിട്ട് ചെയ്താൽ മതി. ഞാനിത് പറഞ്ഞതനുസരിച്ചാൽ ലൈഫ് ചേഞ്ച് ആവാൻ പോവാ. നമ്മൾ പറഞ്ഞ വചനമുണ്ട്, എവിടെ എൻ്റെ നാമത്തിന്റെ സ്മരണ ഉയരുന്നോ ഞാൻ വന്ന് അനുഗ്രഹിച്ചിരിക്കും. ആമേൻ. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിൽ ഞാൻ തിരുവചനം ധ്യാനിക്കേണ്ട എന്റെ കണ്ണുകളെ യാമങ്ങളെ നോക്കിയിരിക്കും. ഇത് യാഗപീഠം പണിയാ, വ്യക്തിപരമായ യാഗപീഠം പണിയാ. പണിഞ്ഞാലുള്ള വിടുതൽ പറയാം, അത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. പണിഞ്ഞാലുള്ള ഗുണം എങ്ങനെ പണിയണമെന്ന് പറയാം. അതുപോലെ യാഗപീഠം പണിയുന്നു. റോമർ 12:1, 1-2. റോമർക്ക് ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. റോമർ 12:1-2. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. അടുത്തത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. ലോകത്തിന് എന്ത് ചെയ്യരുത്? അനുരൂപരാകരുത്. നന്മയും പൂർണ്ണ ദൈവീതെന്ന് മനസ്സിലാക്കി യാഗപീഠം നിന്നാൽ നിന്റെ ജീവിതം അനുഗ്രഹമായിരിക്കും. പഴയ നിയമത്തിലെ അബ്രാമിനെ അറിയാം. അബ്രാമിന്റെ കൂടെ ഇറങ്ങി തിരിച്ച ലോത്തും ഉണ്ട്. രണ്ടുപേരുണ്ട്. രണ്ടുപേരും ബുദ്ധിമുട്ട് അനുഭവിച്ചവരാ. അബ്രാമിന് വലിയ വിഷയം, തലമുറയില്ല, അങ്ങനത്തെ വിഷയങ്ങൾ. ഉൽപ്പത്തി 18 നോക്കുമ്പോ ഇത്രയൊക്കെ വന്നിട്ടും അബ്രാം കൂടാരത്തി പാർത്തു. ആ യാഗപീഠത്തോട് ചേർന്നിരുന്നു. പക്ഷെ 19 നോക്കുമ്പോ ലോത്ത് എവിടെ ഇരുന്നേ? പട്ടണവാതിക്കൽ. സ്വതം ഗോതം അവൻ പട്ടണവാതിക്കല. ഒരുത്തൻ എവിടെ ഉണ്ട്? യാഗപീഠം പണിഞ്ഞ് കൂടാരത്തിലുണ്ട്. മറ്റവൻ എവിടെ? 19 അവൻ പട്ടണവാതിക്കല. അത് ഈ ലോകമോഹത്തെ ലോകത്തിന് അനുരൂപമാണെന്ന് കാണിക്കുക. ലോകത്തിന് ലാസ്റ്റ് എന്തോ സംഭവിക്കുന്നേ? അവനെ കണ്ട ആദ്യം നീരോട്ടം ഉള്ളതാ, പക്ഷെ പിന്നീട് എല്ലാം എന്തുവായി? നാശത്തിന്റെ. പക്ഷെ ഒന്നുമില്ലാത്തപ്പോഴും കൂടാരത്തോട് ചേർന്നിരുന്ന യാഗപീഠം പണിത അബ്രാമിനെ ദൈവം ഓർത്ത് അവനെ അനുഗ്രഹിച്ചു. ലോകത്തെ അനുരൂപമായി നിൽക്കാം, അനുരൂപരാകാതെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് നിൽക്കാം. നമ്മുടെ യാഗപീഠം പണിയാം. ബൈബിളിലെ യാഗപീഠം പറഞ്ഞ 2 പേരുടെ ശ്രദ്ധിക്കട്ടെ. നമ്മളിപ്പോ നോഹയെ കുറിച്ച് പറഞ്ഞല്ലോ. നോഹയെ ദൈവം എന്ത് ചെയ്തു? പുറത്തു കൊണ്ടുവന്നു. നീണ്ട നാൾക്ക് ശേഷം നോഹയെ ദൈവം എന്ത് ചെയ്തു? പുറത്തു കൊണ്ടുവന്ന് നന്ദി പറഞ്ഞ പുറത്തു കൊണ്ടുവന്ന് അല്ലല്ല, വിടുതൽ കിട്ടിയതിന് ശേഷവും നോഹ ഒരു കാര്യം ചെയ്തു. അതാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. പുറത്തു കൊണ്ടുവന്നു. മക്കളെ എല്ലാം ദൈവം പുറത്തു കൊണ്ടുവന്നു. ഉൽപ്പത്തി 8:20 എടുത്തേ. ഉൽപ്പത്തി 8:20 എടുത്തേ. എല്ലാവരും ആ വചനം ഒന്ന് ശ്രദ്ധിക്കണേ. 8:20-21. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. നോഹ built an altar to the Lord. നോഹ യഹോവയ്ക്ക് എന്ത് ചെയ്തു? യാഗപീഠം പണിതു. ഉറക്കെ പറ, യാഗപീഠം പണിതു. വിടുതൽ കിട്ടിയവൻ എന്തോ ചെയ്തു? യാഗപീഠം പണിതു. അടുത്തത്, ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെ എടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. ഇത്രേ ഉള്ളൂ. ദൈവം ഇഷ്ടപ്പെടണമെങ്കിൽ എന്തോ അശുദ്ധമല്ല, ശുദ്ധമായ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. വിശുദ്ധിയോടെ ദൈവസന്നിധി സമർപ്പിച്ചപ്പോ, യാഗപീഠം പണിതപ്പോ 21 യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കയില്ല. കേട്ടോ, ആരാധന അങ്ങോട്ട് ഉയർന്നപ്പോ ആ മൃഗങ്ങളും തീയും കൂടെ ചേർന്ന് പുക പൊങ്ങി സൗരഭ്യ വാസന ഉയരത്തി ചെന്നപ്പോ സ്വർഗം ചലിക്കാൻ തുടങ്ങി.
സ്വർഗം ചലിച്ചിട്ട് പറഞ്ഞ് അരുളി ചെയ്തു, മനുഷ്യന്റെ ഉള്ളിൽ ഇച്ചിരി നിരൂപണങ്ങളൊക്കെ ദോഷമാ, എങ്കിലും അവൻ ആരാധിച്ച ആരാധന കണ്ട് യാഗപീഠത്തിൽ പ്രസാദിച്ച് ദൈവം പറയാണ്, ഞാൻ ഇനി നശിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ഹല്ലേലൂയ, മനുഷ്യന്റെ ഉള്ളിൽ ബാല്യം മുതൽ ദോഷമൊക്കെ ഉണ്ടെങ്കിലും നിനക്ക് ഇച്ചിരിയൊക്കെ പ്രതിസന്ധി, ബുദ്ധിമുട്ടും, ഇടയ്ക്കിടയ്ക്ക് നിരാശയും അവിശ്വാസവും ഒക്കെ ഇടയ്ക്കൊക്കെ എങ്കിലും നീ പണിത യാഗപീഠത്തിന്റെ മേൽ തീ ഇറക്കി. ഇന്ന് പകൽ ചിലരോട് പറയാ, വ്യക്തിപരമായ യാഗപീഠത്തിന്റെ സൗരഭ്യ വാസന ഉയരട്ടെ. അപ്പൊ ആരാധന സ്വീകരിക്കുന്ന ആരാ? സാറിന് നമ്മൾ പറയണം, ഇന്ന് നല്ലതായിരുന്നു, നല്ല പാട്ടായിരുന്നു, സാംബാസ്റ്ററും ജിജിബറും ഒക്കെ നല്ല പാട്ട് സെലക്ട് ചെയ്തു, നല്ല വർഷിപ്പായിരുന്നു, ആൾക്കാരെന്നു പാസ്റ്ററിന്റെ നല്ല വചനമായിരുന്നു ഒക്കെ നമ്മൾ ആരാധന നല്ലതാണെന്ന് പറയാറ്. ഓക്കെ, ബാഹ്യമായി അങ്ങനെ പറഞ്ഞ് തെറ്റില്ല. പക്ഷെ ദൈവം നോക്കുമ്പോൾ ആരാധന നല്ലതാണെന്ന് വിലയിരുത്തേണ്ടത് ആരാന്നറിയോ? ഉയരത്തിലിരിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഇവിടുന്ന് ഒരു സൗരഭ്യ വാസന മേഖലയിലേട്ട് ഉയരുമ്പോ ഓർത്തനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം നോഹ യാഗപീഠം പണിതു, ആരാധിച്ചു. അബ്രാമിനും ഈ സ്വഭാവം ഉണ്ടായിരുന്നു. എപ്പം ദൈവം ദൂത് പറഞ്ഞാലും യാഗപീഠം ദൈവത്തെ ആരാധിക്കും. അബ്രാമിനെ ഇറങ്ങി തിരിച്ചു, ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചതാ. ഇറങ്ങി തിരിച്ചിട്ട് അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നിട്ട് ഉൽപ്പത്തി 12 6 7 8 ഒന്ന് വാക്യം വായിച്ച്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 6 7 8 വാക്യം. ശേഖേം എന്ന സ്ഥലം വരെയും ഏദോൻ മോർ വരെയും ദേശത്തുകൂടി സഞ്ചരിച്ചു. അന്നേ കനാന്യർ ദേശത്തെ പാർത്തിരുന്നു. ആ കനാന്യർ എന്ന് പറയുന്ന സമൂഹം ആ ദേശത്ത് പാർത്തിരുന്നു. യഹോവ അബ്രഹാമിനെ പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. ഈ ദൂത് പറയുമ്പോ ലാൻഡ് ആരുടെ കീഴില? കനാന്യർ പാർത്തോണ്ടിരിക്കുക. പക്ഷെ ദൈവം പറയും, നിനക്ക് നിന്റെ സന്തതിക്ക് എന്ത് ചെയ്യും? അവകാശം. ദൂത് കേട്ട ഉടനെ കൺമുമ്പിൽ വിടുതൽ കണ്ടില്ല, എഗ്രിമെന്റ് കണ്ടില്ല, ടൈറ്റിൽ ഡീഡ് കണ്ടില്ല, ആധാരം ഇല്ല, എങ്കിലും യാഗപീഠം പണിത് ദൈവത്തെ എന്ത് ചെയ്തു? ആരാധിച്ചു. പിന്നീട് നോക്കുമ്പോൾ അവൻ ആരാധിച്ച സ്ഥലം ദൈവം തന്റെ ജനത്തിന് അവകാശം കൊടുത്തു. നീ ഒന്നും കണ്ടില്ലേലും ഇന്ന് ആരാധിക്കുന്ന ആരാധനയ്ക്ക് നാളുകൾ കഴിഞ്ഞാലും യാഗപീഠം പണിയുന്നതിന്റെ ഗുണം ഇതാ, നീ യാഗപീഠം ഇന്ന് പണിഞ്ഞാൽ നിന്റെ തലമുറയ്ക്ക് വരെ അനുഗ്രഹമാണ്. ഇന്ന് പകൽ വീട്ടിൽ ആരാധന ഉയർന്ന യാഗപീഠം പണിയുന്നതിന്റെ ഗുണം എന്തെന്നറിയാമോ? തലമുറയ്ക്ക് വരെ അനുഗ്രഹമാ. അവൻ യാഗപീഠം പണിത് 8 വായിക്കുമ്പോഴും അവൻ വീണ്ടും യാഗപീഠം പണിത് അവൻ അവിടെ നിന്ന് ബേഥേലിൽ നിന്ന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേൽ പടിഞ്ഞാറ് ഹായി കിഴക്കുമായി കൂടാരം അടിച്ചു. മതി. താഴോട്ട് വായിക്കുമ്പോ അവിടെയും യാഗപീഠം പണിത് ദൈവത്തെ എന്ത് ചെയ്തു? ആരാധിച്ചു. ഉൽപ്പത്തി 13-ലും അബ്രാം ഒരു സ്ഥലത്തെത്തി, അവിടെ യാഗപീഠം പണിതു, ആരാധിച്ചു. എവിടൊക്കെ ദൈവം എത്തിക്കുന്നു? എവിടൊക്കെ കൂടാരം ഒടിക്കുക, യാഗപീഠം ഉണ്ടാക്കുക, ദൈവത്തെ ആരാധിക്കുക. ഇത് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ യാഗപീഠം പണിയണം. പ്രാർത്ഥനയുടെ ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ യാഗപീഠം പണിയണം. പല യാഗപീഠങ്ങൾ ഇടിഞ്ഞു കിടക്കുക, പലതിനും ഗ്യാപ്പ് പറ്റി. അതുകൊണ്ടാണ് ദൈവാനുഗ്രഹം വരാൻ പറ്റാത്തത്. ഇന്ന് ചിന്തിക്കുക, നമ്മുടെ വീട്ടിൽ എവിടൊക്കെയാണ് യാഗപീഠം ഉടഞ്ഞു കിടക്കുന്നത്? എവിടൊക്കെയാണ് പ്രശ്നം പറ്റി കിടക്കുന്നത്? എവിടൊക്കെയാണ് വേർതിരിവ് പറ്റി കിടക്കുന്നത്? നമ്മൾ പലപ്പോഴും യാഗപീഠം പണിയാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് പോകുന്നു, ആഹാരം കഴിക്കുന്നു, എന്തെങ്കിലുമൊക്കെ അധ്വാനിക്കുന്നു, ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു തൃപ്തി വരാത്തത്. ആ തൃപ്തി വരണമെങ്കിൽ യാഗപീഠം പണിയുന്നവനായി ദൈവത്തോടുള്ള വിശ്വസ്തത കാണിക്കുക. ദൂത് പറയുമ്പോഴും നെഗറ്റീവാ മുമ്പിൽ, എങ്കിലും ദൈവത്തെ ആരാധിക്കും. ഇതിന്റെ ഗുണം എന്തറിയാം? അബ്രാം യാഗപീഠം, ഇസഹാക്കും അതുപോലെ പണിതു. അവന്റെ ജീവിതത്തിൽ ഉറവകളെ ദൈവം കൊടുത്തു. യാക്കോബും യാഗപീഠം പണിതു, ദൈവത്തെ ആരാധിച്ചു. യാക്കോബിന് വിടുതൽ കിട്ടുന്നതിന് മുമ്പേ പണിഞ്ഞു, വിടുതൽ കിട്ടിയും കഴിഞ്ഞു യാഗപീഠം പണിഞ്ഞ ദൈവത്തെ ആരാധിച്ചു. അപ്പം തലമുറകൾ അനുഗ്രഹിക്കപ്പെടാനിടയായി. നമ്മൾ ഇന്നും അബ്രഹാം, ഇസാക്ക്, യാക്കോബിന്റെ ദൈവം, ഗോഡ് ഓഫ് അബ്രഹാം, ഐസക്, ജേക്കബ് എന്ന് നമ്മൾ പറയത്തില്ലേ?
എന്താ? പിതാക്കന്മാരാൽ യാഗപീഠം പണിതവരാ. അവനെ അവന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും. ഞാൻ പറയാം, ചിലപ്പോൾ നമ്മുടെ മക്കളുടെ നമ്മുടെ സാമ്പത്തിക സാഹചര്യമൊക്കെ കൊണ്ട് വലുതായിട്ടൊന്നും ഉണ്ടാക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും പറ്റിക്കാതെ ഭാരപ്പെടണ്ട. നിനക്കൊരു യാഗപീഠം പണിയാമോ? പ്രാർത്ഥനയുടെ യാഗപീഠം പണിയാമോ? ആരാധനയുടെ യാഗപീഠം പണിയാമോ? കൂട്ടായ്മയുടെ യാഗപീഠം പണിയാമോ? ഇന്ന് പകൽ വചനത്തിന്റെ യാഗപീഠം പണിയാമോ? എഴുതി വെച്ച് തരാ, നിന്റെ ജീവിതം, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് പകൽ വ്യക്തിപരമായി പ്രാർത്ഥിച്ചു തുടങ്ങി. നിന്റെ വീട്ടിൽ യാഗപീഠം പണിതു തുടങ്ങ. ചില ഇടിവുകളൊക്കെ മാറ്റിവെച്ച് എല്ലാത്തിനെയും ഒന്നിച്ചു വിളിച്ച് യാഗപീഠം പണിതോ. Build an altar. ഒത്തിരി പേരുണ്ട് വിശുദ്ധ ബൈബിളിൽ യാഗപീഠം പണിതോ. അവരെല്ലാം ലൈഫ് ബ്ലെസ്ഡ് ആയി. നമ്മളെല്ലാം യാഗപീഠം, നമ്മുടെ സഭയായി ഒന്നിച്ചു യാഗപീഠം പണി, കുടുംബമായിട്ടൊരു യാഗപീഠം, വ്യക്തിപരമായി ദൈവമായിട്ടൊരു ഓൾട്ടർ യാഗം പണി. അവിടുന്ന് സൗരഭ്യവാസന മേളിലേക്ക് ചെല്ലുമ്പോ തനിക്ക് ദൈവം മൂവ് ചെയ്തെന്ന് പറയാൻ. ഈ ജനത്തിന് ഇച്ചിരി ദോഷമുണ്ട്, എങ്കിലും ഞാൻ അവനെ ഓർക്കും. അതെന്താ? ആ യാഗപീഠം പണിയത്. പുറകെ പറ, യാഗപീഠം പണിയണമെന്ന് പറഞ്ഞേ. അവിടെ ദൈവം പ്രസാദിക്കും. നമ്മുടെ പ്രശ്നം ഇതെല്ലാം ഇടിഞ്ഞ് വല്ല കിടക്കുക. യാഗപീഠം ഏലിയാവ് പണിഞ്ഞു. സംഭവിച്ചത് അടുത്ത പ്രാർത്ഥന ഞാൻ ഷോർട്ടാക്കാം. തീ ഇറങ്ങി അവിടെ. മറ്റിടത്ത് ഇത്ര മണിക്കൂർ കൊണ്ട് നടക്കാത്തത് യാഗപീഠം പണിതു പ്രാർത്ഥിച്ചപ്പോ തീ ഇറങ്ങി സകലതും ദഹിച്ചുപോയി. ഇന്ന് പകൽ യാഗപീഠം പണിതാൽ ഇറങ്ങേണ്ട തീ ഇറങ്ങും. ദഹിപ്പിക്കേണ്ടതിനെ ദഹിപ്പിച്ചു കളയും. നിന്റെ ദൈവം ആരാണെന്ന് തെളിയിക്കുന്ന തീ ഇറങ്ങും. എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി എന്ന് പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ ഹല്ലേലൂയ യാഗപീഠം പണിതോ സ്വർഗീയ തീ ഇറങ്ങും. വിടിവിക്കപ്പെട്ടത് വിടിവിക്കപ്പെടും. കെട്ടഴിയേണ്ടത് കെട്ടഴിയും. അടുത്തത് യാഗപീഠം കഴിഞ്ഞ് തീ ഇറങ്ങി. തീ കഴിഞ്ഞപ്പോ ഒരു സംഭവം സംഭവിച്ചു. 41 ആ ദൂതിലേക്ക് വരിക. 41 മുതൽ 18 ആഹാബിനോട് നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. ഇത്രയും കഴിഞ്ഞിട്ട് പറഞ്ഞു, ദേ നീ ആഹാരം കഴിച്ചോ, വൻമഴ പെയ്യാൻ പോകും. ഇതുവരെ അടഞ്ഞെങ്കിൽ 3.5 വർഷം കാണാത്തത് കാണാൻ പോയാ. യാഗപീഠം പണിതു, തീ ഇറങ്ങി, ഇതേ അടുത്ത വൻമഴ പെയ്യാൻ പോയാ. നീണ്ട നാളത്തെ ക്ഷാമം തീർക്കുന്ന, നീണ്ട നാളത്തെ കൃഷിയും വിതയും ഇല്ലാത്ത ക്ഷാമം തീർക്കുന്ന ഒരു വൻമഴ പെയ്യാൻ പോവുക. യാഗപീഠം പണിതാൽ ഒന്നാമത്തെ ഗുണം, ശത്രുവിന്റെയും ബാലിന്റെയും സംഭവങ്ങളെ തകർക്കുന്ന തീ ഇറങ്ങും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ബ്ലെസ്സിങ്ങിന് വരുന്നതിന് തടസ്സം നിൽക്കുന്ന ചില ഇരുട്ടിന്റെ അവകാശവാദമുണ്ട്. അത് ഉടയണമെങ്കിൽ യാഗപീഠം പണിതോ. അത് ഒറ്റയ്ക്കായും കുടുംബമായും സഭയായി നീ പണിതാൽ തീ ഇറങ്ങും. ബാലിന്റെ പ്രവാചകന്മാർ നശിക്കും. എന്തോ ശക്തമായി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ. നിന്റെ ജീവിതത്തിന്റെ അകത്ത് നിന്റെ കൂടെ എടുത്ത് പോരാടുന്ന ചിലതിനെ ദൈവത്തിന്റെ തീ ഇറങ്ങി നശിപ്പിക്കും. യാഗപീഠം പണിതാൽ ദൈവ തീ ഇറങ്ങും. അടുത്തത് ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്തെ കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. തന്റെ ബാല്യക്കാരനോട് നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. വീണ്ടും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. മടുത്തുപോകാതെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മടുത്തുപോകാതെ പ്രാർത്ഥിക്കുക. ആദ്യം ചെന്ന് പറഞ്ഞപ്പോ എല്ലാം അടഞ്ഞു, പെട്ടെന്ന് അടഞ്ഞു. ഫസ്റ്റിലെ ചിലപ്പോ പെട്ടെന്നായിരിക്കാം. അടുത്തത് വെളിപ്പെടാൻ സമയം എടുക്കും. ഭാരപ്പെടണ്ട, നീ വെയിറ്റ് ചെയ്യും. 1, 2, 3 വീണ്ടും ചെന്ന് 7-ാം പ്രാവശ്യം ചെന്നപ്പോഴോ 7-ാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പോകുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ നീ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന്. അപ്പൊ കൈ പോലെ മേഘം പൊങ്ങുന്നതാണ്. അപ്പം ഏലിയാവ് പറഞ്ഞു, മഴ നിന്നെ തടുക്കാതിരിക്കാൻ നീ എന്ത് ചെയ്യണം? വലിയ മഴ പെയ്താൽ നിന്റെ യാത്ര മുടങ്ങും. നീ എന്ത് ചെയ്യാ? രഥം പൂട്ടി പോവാൻ പറഞ്ഞു. വൻമഴ പെയ്യാൻ പോവാ. നീണ്ട 3.5 വർഷത്തെ ക്ഷാമം തീരാൻ പോവാ. ചിലതൊക്കെ വിളയാൻ പോവാ.
നീ യാഗപീഠം പണിതാൽ തീ ഇറങ്ങി ഇരുട്ടിൻ്റെ നശിപ്പിക്കുക മാത്രമല്ല, നന്മയായത് ചിലത് വെളിപ്പെടാൻ സമയമായി. ചിലരോട് പറയുന്നു ലേറ്റർ റെയിൻ, ഒരു പിന്മഴയുടെ സമയമായി. സഭയായി യാഗപീഠം പണിതോ, കുടുംബങ്ങളായി യാഗപീഠം പണിതോ, വ്യക്തിപരമായി യാഗപീഠം പണിതോ, നീണ്ട വർഷം ഒരു ഫലവുമില്ലാതെ കിടന്ന ചില അനുഭവങ്ങളെ മാറ്റുന്ന ഒരു മഴ പെയ്യാൻ സമയമായി. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് വളരെ ബോധ്യത്തോടെ ഈ പ്രഭാതത്തിലും പ്രാർത്ഥിച്ച ദൂതുമായിട്ട് വന്നുകൊണ്ട് ഞാനൊരു കാര്യം പറയുന്നു. ഇവിടെ ഇന്ന് സ്റ്റേജ് മുതൽ സകലരെ തൊട്ട് ഞാൻ പ്രവചിച്ച് പറയാ, ഈ ദിവസങ്ങളിൽ സഭയായ കൂട്ടായ്മ ബന്ധത്തിന്റെയും വ്യക്തിപരമായ ജീവിതത്തിന്റെയും കുടുംബത്തിന്റെ യാഗപീഠം പണിതാൽ ശത്രുവിനെ നശിപ്പിക്കുന്ന തീ ഇറങ്ങുക മാത്രമല്ല, നീണ്ട വർഷം ഫലമില്ലാതെ പോയ നിന്റെ ജീവിതത്തിന്റെ മേൽ ഒരു വലിയ മഴ ആരാധിക്കുന്നവർ ആരാധിച്ചു. ആത്മാവട്ടൊന്ന് കണച്ചായിക്കോ. ഒരു വലിയ മഹത്വം ഇതിനകത്തറിയാം. ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. രഥം പൂട്ടി 45-46 വേഗത്തിൽ വായിച്ച വചനത്തിലേക്ക്. ക്ഷണത്തിൽ ആകാശവും മേഘവും കാറ്റും കൊണ്ട് കറുത്ത് വൻമഴ പെയ്തു. എല്ലാം കറുത്തു. ക്ഷണത്തിൽ വൻമഴ പെയ്തു. ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. ഈ പറഞ്ഞ പോലെ ആഹാബ് എന്ത് ചെയ്തു? രഥം പൂട്ടി ആഹാബ് എന്ത് ചെയ്തു? പോയി. ആരാ ഇപ്പൊ ഇവിടെ നിൽക്കുന്നേ? ഇവന് രഥം ഇല്ല, പക്ഷെ ഒരു സംഭവം സംഭവിച്ചു. അടുത്ത വാക്ക് എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. യാഗപീഠം പണിത നിന്നോടൊരു ദൂത് പറയാം. നിന്റെ കൺമുമ്പിൽ ചിലതൊക്കെ ഓടി മാറിയാൽ നിന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് തോന്നുമ്പോൾ ചിലപ്പോ ഏലിയാവ് ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് അവൻ പോയി, എന്നെ ഒന്ന് ഇത്ര മഴ പെയ്യുമെന്ന് നന്മ പറഞ്ഞിട്ട് പോലും ഈ ആഹാബ് എന്നെ രഥത്തിൽ കയറ്റിക്കൊണ്ട് പോയില്ലല്ലോ എന്ന് ഏലിയാവിന് വിഷമിക്കാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മൾ അങ്ങനെ ഇത്രയൊക്കെ ഞാൻ നിന്നിട്ടും ആത്മാർത്ഥമായി നിന്നിട്ടും എന്നെ ഒന്ന് സഹായിക്കാൻ താങ്ങാൻ ആരും വന്നില്ലല്ലോ. പ്രാർത്ഥിക്കുന്ന യാഗപീഠം പണിയുന്ന നിന്നോടൊരു ദൂതുണ്ട്. നിന്റെ മുമ്പേ ആഹാവുമാര് ഓടിപ്പോയാലും 46 എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്റെ മേൽ വന്നു. അവൻ അരമുറുക്കിക്കൊണ്ട് ഇസ്രായേൽ എത്തും വരെ ആഹാവിന് മുമ്പായി ഓടി. രഥത്തിൽ ഓടുന്നതിന് മുമ്പേ ഇവനെ കൊണ്ട് ദൈവം ഓടിച്ചു. ചരിത്രം പറയുന്നു ഏകദേശം 30 കിലോമീറ്റർ ഉണ്ടെന്നാ പറഞ്ഞ. 30 കിലോമീറ്റർ ആ വലിയ രാജാവിന്റെ രഥത്തിന്റെ കുതിരപ്പടയുടെ ചക്രങ്ങൾക്കും മീതെ ഒരുത്തനെ ദൈവം ഓടിച്ചു 30 കിലോമീറ്റർ എത്തിച്ചു. അതിന്റെ അർത്ഥമാണ് ദൈവീക കരം. പ്രാർത്ഥിച്ചതിന്റെ പേരിൽ നീ ഒറ്റപ്പെട്ടു പോകത്തില്ല. പ്രാർത്ഥിച്ചതിന്റെ പേരിൽ നീ കുടുങ്ങി പോകത്തില്ല. പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മര നിന്നെ തടസ്സപ്പെടുത്തത്തില്ല. ഒരു കരമിറങ്ങി വരോ. യാഗപീഠം പണിയുന്ന നിനക്കായി ഒരു കരമിറങ്ങി വന്ന് ഇന്ന് പകൽ ഇതിനകത്ത് ചില കരമിറങ്ങി വരിക. ദൈവത്തിന്റെ കരമിറങ്ങി വരിക.